everyone, welcome to chapter 3 എല്ലാം തിയറി ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങളുടെ SSLC IT എക്സാമിൽ വരാവുന്ന എല്ലാ തിയറി ക്വസ്റ്റ്യൻ MCQ ഉണ്ട്, അതേപോലെ വെരി ഷോർട്ട് ആൻസേഴ്സ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ അട്രാക്റ്റീവ് വെബ് ഡിസൈനിങ് അഥവാ HTML ചാപ്റ്റർ. ഓക്കെ, HTML CSS ചാപ്റ്റർ ആണത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രാക്ടിക്കലും വരും, അതേപോലെ തിയറി വരും. പ്രാക്ടിക്കൽ വരെ പ്രാക്ടീസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം പ്രാക്ടീസ് ചെയ്യുക, മോഡൽ എക്സാം, ഫൈനൽ എക്സാം തകർക്കുക. ഇനി ഏത് ചാപ്റ്റർ വേണം, തിയറി, പ്രാക്ടിക്കൽ എന്നുള്ള കാര്യം ഇപ്പം കമൻറ്റ് അടിക്കുക. കമൻറ്റ് ഏറ്റവും കൂടുതൽ വരുന്നതിനനുസരിച്ച് ഞാൻ അതാണ് നെക്സ്റ്റ് വീഡിയോ ഇടാൻ പോകുന്നത്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. പിന്നെ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അറിയാലോ, താഴെ ഡീറ്റെയിൽസ് ഉണ്ട്. ദ സോഴ്സ് ഓഫ് ദ വെബ് പേജ് പ്രിപ്പയർഡ് ബൈ സോനു നിഗം എന്ന് തോന്നുന്നു ഇസ് ഗിവൺ ഹിയർ. ഇൻ ദ ഗ്രീൻ കളർ ഷുഡ് ബി ദ ഹെഡിങ് ടു. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയും. ഹെഡിങ് ടു H2 ഗ്രീൻ കളർ ആയിരിക്കണം. ഓക്കെ, പിന്നെന്താ ഫ്രം ദ ബിലോ, അതിലെന്താ അവർ പറയുന്നത്, ഫ്രം ദ for this pick out from the below that should be added to between the style tag. സ്റ്റൈൽ ടാഗിനുള്ളിൽ ആഡ് ചെയ്തത് എന്താണ്? ബേസിക്കലി മക്കളെ സ്റ്റൈൽ ടാഗ് എന്ന് പറയുമ്പോൾ മക്കൾ ഇവിടെ ഈ സ്റ്റൈലിനുള്ളിൽ നമ്മൾ എന്ത് ടാഗ് ഇടേണ്ടത്? നമുക്ക് H2 എന്നുള്ളതിന് കൊടുക്കേണ്ട കളറാണ് ഗ്രീൻ. അതിൻ്റെ ഫോർമാറ്റാണ് വേണ്ടത്. H2 ഇത് ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ബേസിക്കലി ഇല്ല. ഓക്കെ, അത് C++ലൊക്കെയാണ് കാസ്കേഡിങ്ങിനൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, ഇതാണ് ഈ ഡബിൾ ഈക്വൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതാണ് വേണ്ടത്. H2ൻ്റെ കളർ ഗ്രീൻ ആയിരിക്കണം. അപ്പോൾ ഈ ഫോർമാറ്റ് പഠിച്ചോ കോഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇവിടെ നോക്കിയ മക്കളെ, ഇപ്പോൾ ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് പിങ്ക് കണ്ടോ, അതാണ് കൊടുക്കുന്നത്. ഓക്കെ, വേറെ എവിടെയെങ്കിലും കളർ കാണുന്നില്ല, ആ ഫോർമാറ്റ്. അപ്പോൾ കളർ പിങ്ക്. മക്കളെ, കളറിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ COLOUR ആയിരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ. ഇത് നമ്മുടെ UK ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഓക്കെ, പക്ഷേ ഇവർ ഇതുണ്ടാക്കിയ HTML ഉണ്ടാക്കിയ ആൾക്കാർ അമേരിക്കൻകാരാണ്. അപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷാണ് ഫോളോ ചെയ്തത്. സോ COLOR കേട്ടോ, ആ കാര്യം ശ്രദ്ധിക്കണം. COLOUR എന്ന ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾ സെലക്ട് ചെയ്യരുത്. ഓക്കെ, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ലേഖ വാസ് പ്രിപ്പയറിംഗ് വെബ് പേജസ് ഷീ ക്രിയേറ്റഡ് CSS. മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. CSSും HTML ആണ് ഈ ചാപ്റ്റർ മെയിൻ സംഭവം കേട്ടോ. to include the font and colors which are the following file. മക്കളെ, CSS എന്ന് പറഞ്ഞാൽ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. മക്കളെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എപ്പോഴും ഹെഡിങ് ഈ കളർ വേണം, ബോഡി ഈ ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ള കാര്യം എപ്പോഴും നമുക്ക് ഇടുന്നതിന് വരെ ഒരു CSS ഉണ്ടാക്കി വെക്കുക, ആ ഫോൾഡർ ഇടുക. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ എല്ലാ HTML ആ സ്റ്റൈലിലേക്ക് ആയിക്കോളും. ഓക്കെ, അപ്പം ഫസ്റ്റ് കാര്യം CSS ഫയലായിരിക്കും. HTMLൻ്റെ ഫുൾ ഫോം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? HTMLൻ്റെ ഫുൾ ഫോം കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. HTML ഫയൽ എന്ന് പറയുമ്പോൾ വെബ് പേജ് ആണ്. അപ്പോൾ അതല്ല. ODT എന്ന് പറയുമ്പോൾ നമുക്കറിയാം വേർഡ് പ്രോസസ്സർ ഫയലാണ്. style.css ആണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറ്. PNG എന്ന് പറയുമ്പോൾ റാസ്റ്റർ ഇമേജ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നുമല്ല. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇത് നമ്മുടെ HTML ആണ്. ഇതാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, style.css. ഓക്കെ, അപ്പോൾ HTML ഫുൾ ഫോം എല്ലാവരും ചാറ്റിൽ കമൻറ്റ്സ് പോയി നോക്കുക. അവിടെ ഒരു ആരെങ്കിലും കറക്റ്റ് ഇട്ടിട്ടുണ്ടോ അത് പോയി ലൈക്ക് അടിക്കുക എല്ലാവരും. ഓക്കെ, കാസ്കേഡിങ് ഒരു CSS ഉണ്ടാക്കി ബൈ കാർത്തിക ഈ പ്രാവശ്യം ഉണ്ടാക്കിയത്. ടു ക്രിയേറ്റ് വെബ് പേജസ് ഗിവൺ മെമ്പോ ഇഫ് യു വോണ്ട് ടു പുട്ട് ദ ഇന്റേണൽ സ്റ്റൈൽ. മക്കളെ, ഈ ആസ് ദിസ് ഇസ് ഇന്റേണൽ സ്റ്റൈൽ ഇൻ ദ വെബ് പേജ് വിച്ച് ആർ ദ ഫോളോയിങ്. നമുക്ക് ഈ CSS നമ്മൾ പൊതുവേ ഒരു വേറെ ഫയലായിട്ട് എക്സ്റ്റേണൽ ആയിട്ട് സേവ് ചെയ്യുക. അതിന് പകരം നമുക്ക് ഇന്റേണൽ ആയിട്ട് സേവ് ചെയ്യുന്നത് നമ്മൾ ഇൻലൈൻ CSS എന്ന് പറയും. ഓക്കെ, ഇനി അത് ഇടണമെങ്കിൽ എന്താ ഫോർമാറ്റ്? നമുക്ക് ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈ സാധനം നമുക്ക് ഇടണം. അപ്പോൾ അത് എവിടെ കൊണ്ടുപോയിട്ടിടേണ്ടത്? നമുക്ക് H2ൻ്റെ ഇടയ്ക്കാണോ കൊണ്ടുവരേണ്ടത്, ലിങ്കിലാണോ, ബോഡിയിലുള്ളിലാണോ, അല്ലെങ്കിൽ സ്റ്റൈലിൽ, ഏതിൻ്റെ ഇടയ്ക്കാണ് കൊണ്ടുവരേണ്ടത്? നമുക്ക് ഇൻലൈൻ ആയിട്ട് ഇടുന്നതുകൊണ്ട് ഈ സ്റ്റൈലിൽ തന്നെ ഇടണം കേട്ടോ, സ്റ്റൈലിൽ. ഓക്കെ, ഇതൊരു CSS നമ്മൾ ഇൻലൈൻ ആയിട്ട് നമ്മുടെ കോഡിനുള്ളിൽ വേറെ ഫയലായിട്ട് സേവ് ചെയ്യുന്നില്ല, അതിനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇമേജ് ഡെപിക്ട്സ് ദ CSS ബിൽഡ് ബൈ സുരേഷ് ടു ക്രിയേറ്റ് വെബ് പേജസ്. വാട്ട് വുഡ് ബി ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ വെബ് പേജ് വെൻ ദ വെബ് പേജ് പിക്ക് ഔട്ട് ഫ്രം ദ ഫോളോയിങ്. മക്കളെ, ഈ കോഡ് നോക്കാം. ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് സിയാനാണ്. ഫോണ്ട് ഫാമിലി സ്റ്റാൻഡ്സ് ഓഫ് ബോഡിക്ക്. ഓക്കെ, നമ്മുടെ ബോഡിക്ക് കളർ എന്താണ്? ഇത് പാരഗ്രാഫ്. P എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് കളറാണ് ബ്ലൂ. പാരഗ്രാഫ് കളർ ബ്ലൂ ആണ്. നമ്മുടെ പക്ഷേ വെബ് പേജിന് ബ്ലൂ ആണോ ഉണ്ടാവുക? അല്ല, ബ്ലൂ അല്ല. H2ൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റും ബ്ലാക്കും ആണ്. അപ്പം ബ്ലാക്കും വൈറ്റും ആണോ? അല്ല, ബ്ലാക്കും വൈറ്റും അല്ല. എന്താണ് മക്കളെ? നമ്മുടെ ബോഡിക്ക് എന്താണ്? ബോഡീൻ്റെ കളർ സിയാനാണ്. ബോഡീൻ്റെ കളറാണ് മക്കൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് വെബ് പേജിൻ്റെ മെയിൻ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അത്ര ഒരു സമയം ബോഡിക്ക് അത് ഏത് ടാഗിനെ കൊടുത്തെന്ന് നോക്കണം കേട്ടോ. CSS helps to eliminate repetitive use of font codes like font, color, web page. നമുക്ക് ആ കോഡ് ഫോണ്ട് ആ സെയിം എല്ലാ പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നത് CSS ആ ഫോൾഡറിൽ ഇട്ടാൽ പരിപാടി കഴിഞ്ഞു. വിച്ച് ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റഡ്? ആരാണിത് ഉണ്ടാക്കി തുടങ്ങി വെച്ചത്? ഐക്യാൻ മറ്റേ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ. W3C ആണോ? ഇൻസേഫ് ആണോ? ഇനാസേഫ് ആണോ? മക്കളെ, വേൾഡ് വൈഡ് വെബിനാണ് WWW എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പ്രോട്ടോകോൾ, ഒരു ടെക്നോളജി. എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റിന് എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എനിക്കൊന്ന് നെറ്റ്വർക്കിംഗ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. W3C ആണ് കേട്ടോ, വേൾഡ് വൈഡ് വെബ് കോൺഗ്ലോമറേറ്റ്. എന്തായിരുന്നു?
ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൺസോർട്ടിയം, വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിയാണ് W3C. അവരാണ് ഇത് തുടങ്ങിയത് കേട്ടോ. HTML CSS ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ് ചെയ്തത്. അപ്പോൾ W3C അഥവാ വേൾഡ് വൈഡ് കൺസോർട്ടിയം. ഓക്കെ, കൺസോർഷ്യം എന്നും പറയും. ഓക്കെ, വാട്ട് ഇസ് ദ മാനർ ഓഫ് ഡിഫൈനിങ് മാർജിൻസ്, ഫോൺസ് ആൻഡ് കളേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ വെബ് പേജ് മേക്ക് അട്രാക്റ്റീവ് റെഫർ ടു? ഒരു വെബ് പേജിന് നല്ല സുന്ദരമായിട്ട് മാർജിനും കളറൊക്കെ ഇടുന്നതിന് എന്താണ് വിളിക്കുക മക്കളെ? മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ML അല്ലേ? അപ്പം HTML ML കിട്ടി. അതല്ല, ടാഗും അല്ല ഇതുമല്ല. അട്രിബ്യൂട്ട്സ് ആണ്. അട്രിബ്യൂട്ട്സ് ആണ് സ്പെസിഫിക് കാര്യങ്ങൾ, ഓരോ പ്രോപ്പർട്ടീസ്. നമുക്കെന്താ സ്റ്റൈലിനാണ് നമ്മൾ ബ്യൂട്ടിയൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, കാസ്കേഡിംഗ് സ്റ്റൈൽസ് ഇസ് യൂസ് ടു ഡിഫൈൻ ഫോണ്ട് ആൻഡ് കളർ എലിമിനേഷൻ റെപ്പിറ്റേറ്റീവ്സ്. അപ്പോൾ ബേസിക്കലി നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് CSS ഉണ്ടാക്കിയത്. ഹൂ ഇൻട്രൊഡ്യൂസ് ദി ഐഡിയ ഓഫ് CSS? W3C ആണ് സ്റ്റാൻഡർഡൈസ് ചെയ്ത്. ആരാണ് പക്ഷേ തുടങ്ങിയത്? സ്റ്റീവ് ജോബ്സ് മക്കളെ ആപ്പിളിൻ്റെയാണ്, മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്കിൻ്റെയാണ്, സെർഗേ ബ്രിൻ ലാരി പേജ് എന്നാണ് ഗൂഗിളിൻ്റെ, റിച്ചർഡ് സ്റ്റോൾമൻ ലൈനസ് ടോർവാൾഡ്സ് എന്നാണ് ലിനക്സ്. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ 10 കാര്യം പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത് ആപ്പിള്, ഫേസ്ബുക്ക്, ഗൂഗിള്, റിച്ചർഡ് സ്റ്റോൾമൻ എനിക്കറിയില്ല, ലൈനസ് ടോർവാൾഡ്സ് ലിനക്സ്. ഓക്കെ, ലിനക്സ് എന്ന് വിളിച്ചോ. ആൻഡ് ഇവരാണ് ഹാക്കോം വ്യൂം ലീ ആൻഡ് ബേർട്ട് ബോസ് ആണ് മക്കളെ നമ്മുടെ CSS. ഓക്കെ, ഓരോ പേര് കൂടെ ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞാൻ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ ആവശ്യം വരും കേട്ടോ. റെഡി, അടുത്ത ക്വസ്റ്റ്യൻ. When we create web page, which icon should be included after the name of the tag to give the attributes to the tag? മക്കളെ, ഒരു വെബ് പേജ് ഉണ്ടാക്കുമ്പോൾ ബേസിക്കലി ആഫ്റ്റർ ദ നെയിം ഓഫ് ദ ടാഗ്, ഓക്കെ, ഒരു ടാഗിൻ്റെ കഴിഞ്ഞിട്ട് ആട്രിബ്യൂട്ട്സ് കൊടുക്കാൻ വേണ്ടി എന്താ ഉപയോഗിക്കുക? ഇവനെ കേളി ബ്രാക്കറ്റ് കേട്ടോ. കേളി ബ്രാക്കറ്റ് ഇത് ടാഗിനാണ് കൊടുക്കുക. ഇതാണ് നമുക്ക് കേളി ബ്രാക്കറ്റിനുള്ളിലാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് കൊടുക്കുക കേട്ടോ. കേളി ബ്രാക്കറ്റ് ഓർത്ത് വെച്ചോ. ഓക്കെ, while creating web pages, styles can be included with the HTML tags using cascading. What is it called? മക്കളെ, styles can be included with the HTML tags. അപ്പോൾ HTML tagsൻ്റെ കൂടെ കൊടുക്കണേ നമ്മൾ എന്താണ് വിളിക്കുക? നമ്മളതിന് ഇൻലൈൻ CSS എന്ന് പറഞ്ഞിട്ട് ഇൻലൈൻ. ഓക്കെ, എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞാൽ പുറത്ത് ചെയ്ത് ഇൻലൈൻ CSS എന്ന് പറയും കേട്ടോ. ആ ലൈൻസിന് ഉള്ളിൽ കൂടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് WCMS? വെബ് പേജ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം കണ്ടന്റ് മെയിൻ്റെനൻസ് സിസ്റ്റം അല്ല, കൺട്രോൾ മെഷീൻ അല്ല, വെബ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കേട്ടോ. റെഡി, WCMS ഫുൾ ഫോം പഠിച്ചു വെച്ചോ കേട്ടോ. Which of the following can be designed as cascading style sheet while preparing a web page? അപ്പോൾ which of the following can be designed? അപ്പം CSS ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയായാലും തീരുമാനിക്കാൻ കണ്ടന്റ് പറ്റും. കണ്ടന്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അത് CSSൽ പറ്റില്ല. അതിൻ്റെ ഫോണ്ട്, കളർ, സ്റ്റൈൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ബ്രൗസർ ടു ഡിസ്പ്ലേ വെബ് പേജ് പറ്റൂല. വെബ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല. ഇതാ ലേ ഔട്ട്, ഫോണ്ട്, കളറൊക്കെയാണ് CSSൽ നമുക്ക് ഡിസൈഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്തത്, ദി സോഴ്സ് ഓഫ് എ വെബ് പേജ് ഇസ് ഗിവൺ ഹിയർ. മക്കളെ, ഇത്രയും നേരമായിട്ട് നിങ്ങൾ കാണാനല്ലേ, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കുറച്ച് കഷ്ടപ്പെട്ട് ആൻസർ. ഓക്കെ, താങ്ക് യു. വെൻ ഇറ്റ് ഇസ് ഓപ്പൺ ഇൻ എ ബ്രൗസർ, ഓക്കെ, വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് ദ ഡിസ്പ്ലേ ടൈറ്റിൽ? നമുക്ക് ആ പേജിൻ്റെ ടൈറ്റിൽ ഏതായിരിക്കും ഉണ്ടാവുക? നമ്മൾ നോക്കാം. HTML തുടങ്ങി, ഹെഡിൽ എന്താണ് ഹെഡറായിട്ട് കൊടുക്കുന്നത്? ടൈറ്റിൽ ലിറ്റിൽ കിഡ്സ് IT ക്ലബ്ബ്. പിന്നെ എന്താണ് അതിൻ്റെ സ്റ്റൈൽ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് എന്താണ് CSS ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. മക്കളെ, ഇതിലാകെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഈ ബ്ലാക്കിൽ കണ്ടതാണ് എപ്പോഴും നമ്മുടെ പേജിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അതാണ് ലിറ്റിൽ കിഡ്സ് IT ക്ലബ്ബ്. ഇത് സ്റ്റൈൽ ഷീറ്റ്, ഇതെന്താണ്? CSS ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഓക്കെ, ഇത് ഹെഡറിൻ്റെ ഉള്ളിൽ. പിന്നെ ബോഡിക്ക് വേറെ ഒന്നും കൊടുത്തിട്ടില്ല, ബോഡിയിലൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, റെഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ് ടു കളർ ദ പാരഗ്രാഫ് ഇൻ എ വെബ് പേജ് വിത്ത് ഈ കളർ? ഇതൊരു ഒരു കോഡാട്ടോ. ഹെക്സ് ആണ് ഇതിന് പറയാം, അല്ല വേറൊരു കോഡാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ CSSൽ നമുക്ക് പാരഗ്രാഫിന് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ മക്കളെ, ഏതാണ് ഫോർമാറ്റ്? ഈസ് ഈക്വൽ ടു അല്ല, ഓക്കെ, സെമി കോളനും അല്ല, ബ്രാക്കറ്റും അല്ല, വെറും കോളനാണ് കേട്ടോ. ഇതാണ് പാരഗ്രാഫിൻ്റെ കളർ കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ D ആണ് കേട്ടോ. കോളനാണ് വരിക, സെമി കോളൻ അല്ല, ഇതാണ് വരിക കേട്ടോ കളർ. ഓക്കെ, ഇതാണ് ഇടേണ്ടത്. ഓക്കെ, അതോടെ നമ്മുടെ MCQs കഴിഞ്ഞ് നമുക്ക് ഇനി വെരി ഷോർട്ട് ആൻസേഴ്സിലേക്ക് വേഗം പോകാം. ഓക്കെ, 5 ഓപ്ഷനിൽ 2 ശരിയുണ്ടാവും. 2 ശരിയാക്കുമ്പോൾ നമുക്ക് അരമാർക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിന് അരമാർക്ക്, 2 ചെയ്യുമ്പോൾ 2 × അര 1 മാർക്ക് കിട്ടും. ഓക്കെ, some of the instructions of school CSS given by Isha, probably blah, blah, blah. If the styles are included in the web page, which of the following would be the result obtained? 5 ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടിട്ട് എന്തൊക്കെയാണ് ശരിയെന്ന് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ മെറൂൺ ആയിരിക്കും. H2ൻ്റെ കളർ ഓറഞ്ച് ആണ്. ഫോണ്ട് ഫാമിലി ജെൻറ്റി ആയിരിക്കും. ഓക്കെ, H2 ഹെഡിങ്സ് ഗെറ്റ് ദ ഫോണ്ട് സ്റ്റൈൽ ജെൻറ്റിയം. മക്കളെ, H2ന് ഫോണ്ട് സ്റ്റൈൽ ജെൻറ്റിയം നമുക്ക് നോക്കാം. എനിക്ക് സംശയം ഉണ്ട് അതുണ്ടോന്ന്. ദ വെബ് പേജ് ഗെറ്റ്സ് ബാക്ക്ഗ്രൗണ്ട്, വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താ? മെറൂൺ ഉള്ളത് ഇവിടെ മെറൂൺ. വെബ് പേജ് ഗെറ്റ്സ് ദ ഇത് ശരിയാണ്. ഓക്കെ, ഇതൊരു ശരി ഉത്തരം. ഓക്കെ, H2 ഗെറ്റ്സ് ദ ഫോണ്ട് കളർ ഓറഞ്ച്. H2ന് ഫോണ്ട് കളർ ഓറഞ്ച്. ശരി. ഫോണ്ട് സ്റ്റൈലല്ലോ, ഇതെന്താ ഇവർ എഴുതിയത് തെറ്റിപ്പോയതാണോ മനസ്സിലാവുന്നില്ല.
ഫോണ്ട് കളറാണ് ദ വെബ് പേജ് ഗെറ്റ് ദ കളർ ജെൻറ്റിയം. കളർ ജെൻറ്റിയാണോ? ഇല്ല, അത് തെറ്റത് മണ്ടത്തിലാണ്. ദ ബാക്ക്ഗ്രൗണ്ട് കളർ വെബ് പേജ് ഗെറ്റ്സ് ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓറഞ്ച്. ഇല്ല, അത് തെറ്റാണ്. അപ്പോൾ ഇതും അല്ല. ഇനി ഇതിലേതാണ് ശരി എന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. H2 ഹെഡിങ് സെറ്റ് ഫോണ്ട് സ്റ്റൈൽ ജെൻറ്റിയ, H2 ഗെറ്റ് ദ ഫോണ്ട് സ്റ്റൈൽ ഓറഞ്ച്. ഫോണ്ട് സ്റ്റൈൽ, ഇത് ഫോണ്ട് കളർ ആയിരുന്നു ശരിയായിരുന്നു, ഫോണ്ട് സ്റ്റൈലെല്ലാം ഇത് തെറ്റ്. ഇതാണ് കറക്റ്റ് കൊടുക്കും കേട്ടോ. ശരി, ഫോണ്ട് സ്റ്റൈൽ ജെൻറ്റിയം. ഓക്കെ, കാണാൻ പറ്റിയായിരുന്നു അല്ലേ എല്ലാവർക്കും? ഓക്കെ, അടുത്തത്. The source of the web page is prepared by Hema is given here. In this, a heading 2 should be given in blue color. Okay, blue color. Okay, and font size 30 pixels. For this, what instruction should be given in the following? ഇപ്പോൾ ഇവിടെ നമുക്ക് ഹെഡിങ്ങിൻ്റെ മക്കളെ ഇതാണ് ബേസിക്കലി വേൾഡ് എൻവയറമെൻറ്റ്. ഇതാണ് ഹെഡിങ് 2 കേട്ടോ, H2. അപ്പോൾ ഈ സാധനം അവർക്ക് വേണ്ടത് എന്ത് കളറില്ല? ബ്ലൂ കളറിലും ഫോണ്ട് സൈസ് 30. അപ്പോൾ നമ്മൾ H2 എന്നുള്ള ഹെഡിങ് നമ്മൾ മാറ്റണം. 2-3 രീതിയിൽ ചെയ്യാൻ പറ്റും മക്കളെ. ഹെഡിങ് H2 ഇതിൽ ഏതൊക്കെയാണ് വരിക ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് കാര്യം, നമുക്ക് എല്ലാത്തിലും തെറ്റുകളൊന്നുമില്ല. ഫോണ്ട് സൈസ് ഇത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇതും കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇതും ഈ സംഭവങ്ങൾ എല്ലാത്തിലും കറക്റ്റാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? കളർ അത് ഫോർമാറ്റൊക്കെ ശരിയാണ്. അപ്പോൾ അതിൽ നിന്നല്ല, നമ്മൾ ഇതിൻ്റെ ഫോർമാറ്റിങ്ങിലാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഏതാണെന്ന് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം, അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ ആൻസർ കാണിച്ചു തരാം. ബാക്കിയുള്ളവർ തെറ്റ് കാണിച്ചിട്ട്. സി H2ൻ്റെ സ്റ്റൈൽ നമുക്ക് എവിടെ തന്നെ എടുത്ത് H2 സ്റ്റൈൽ ഈസ് ഈക്വൽ ടു എന്താണ്? കളർ ബ്ലൂ ഫോണ്ട് സൈസ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് H2 സ്റ്റൈൽ വരിക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റൈല് പുറത്ത് കൊടുത്തിട്ട് സ്റ്റൈൽ ടാഗിനുള്ളിൽ H2 കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ CSSലൊക്കെ ചെയ്യുന്ന സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ സ്റ്റൈൽ ടാഗിനുള്ളിൽ നമ്മൾ H2 കൊടുത്തിട്ട് അത് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ H2 സ്റ്റൈൽ മാത്രം ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ബോഡി കൊടുക്കുന്നത് തെറ്റാണ്, ബോഡിയും വേണ്ട, ഹെഡിങ് നമുക്ക് മാറ്റർ ചെയ്യുന്നാത്ത കാര്യം. H2 ടാഗിനുള്ളിൽ H2 കൊടുക്കുന്നത് സെൻസ് ഉണ്ടാക്കാത്ത കാര്യം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത്, നിങ്ങൾ കുറച്ച് HTML ഫയൽസൊക്കെ എടുത്ത് ചെയ്യുമ്പോഴും കഴിഞ്ഞ ദിവസം പ്രാക്ടിക്കൽ ഞാൻ നോക്കി ചെയ്താൽ സെറ്റാകുന്ന കാര്യങ്ങളുള്ളൂ, പേടിക്കണ്ട. ഓക്കെ, below are given the attributes of by Kumar while creating a web page. Which of the following statement is correct when we show the web page in the browser? മക്കളെ, ബോഡീൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ കളറാണ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ബോഡീൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആവേണ്ടത് ശരിയാണ്. ECAD ഓക്കെ വിൽ ബി ദ ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ പാരഗ്രാഫ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് ദ പാരഗ്രാഫ് അല്ലത്. പാരഗ്രാഫിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ അല്ല, പാരഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതായിരിക്കും, കാരണം ബോഡീൻ്റെ മൊത്തം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ അത്ര ശരിയില്ല. ഫോണ്ട് സൈസ് ഓഫ് ഹെഡിങ് അല്ല 24. പാരഗ്രാഫ് P എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് അതല്ല. ഫോണ്ട് സൈസ് ഓഫ് ഇത് രണ്ട് ശരിയാണ്. ഇതാ, അപ്പോൾ 1ഉം 5ഉം ആണ് ശരി, Aയും E ആണ് ശരി കേട്ടോ. റെഡി? ഇനി നമുക്ക് എത്ര ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്? നിങ്ങൾ 1 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. കമാ. കാസ്കേഡിംഗ് സ്റ്റൈൽസ് എന്താണ്? is used to eliminate repetitive use of HTML tags and designing web page. Who introduced the style of മക്കളെ? CSS ആരാണ്? നമുക്ക് CSS കൊണ്ടുവന്നത് ഹാക്കോം വീംലിയും ബേർഡ് ബോസും. ടിം ബേർണേഴ്സ്-ലീ എന്താണ് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്തേ. നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു പേര് അല്ലേ, കമൻറ്റ് ചെയ്തേ. റിച്ചാർഡ് മാത്യു ലിനക്സ് ആണ് നമ്മുടെ ലൈനസ് ടോർവാൾഡ്സ്. ഓക്കെ, ആ കാര്യം മറക്കരുത്. ഓരോന്നും പഠിച്ചാൽ അടുത്ത ചാപ്റ്ററിന് ആവശ്യം വരും. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ദ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്തേ. നിങ്ങൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂസ് ഫോർ ക്രിയേറ്റിംഗ് വെബ് പേജസ്? മക്കൾ വെബ് പേജ് ആയിട്ട് റിലേറ്റഡ് ആരാണ്? പൈത്തൺ അല്ല. ഓക്കെ, പൈത്തൺ അല്ല, CPP അല്ല, സ്ക്രാച്ചും അല്ല. ഞാൻ തന്നെ ആൻസർ അവസാനം അല്ലേ, CSSഉം HTML അല്ലേ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച പേരുകളാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ റൈറ്റ് സ്റ്റെപ്സ് ഫോർ ഫോളോയിങ് ഇൻക്ലൂഡിങ് ഇന്റേണൽ കാസ്കേഡിംഗ് സൈറ്റ്, ഇന്റേണൽ CSS എന്ന വെബ് പേജ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇന്റേണൽ CSSന് വേണ്ടിയിട്ട് അത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാം ഞാൻ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റ്സിൽ പോയി നോക്കുക. ഓക്കെ, അപ്പം ഇതിനെ പ്രാക്ടിക്കലിൽ ഞാൻ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ചാപ്റ്ററിൻ്റെ തിയറിയോ പ്രാക്ടിക്കൽ വേണ്ടതെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് മക്കളെ. പിന്നെ ലിങ്ക് എല്ലാത്തിനും ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി നോക്കാൻ മറക്കണ്ട. ഓക്കെ, ഇപ്പോൾ കമൻറ്റ് ചെയ്തല്ലോ, കമൻറ്റ് ചെയ്തു, ഇന്നത്തെ ആൻസർ. ബൈ ബൈ.